ഇന്നിപ്പോൾ രാവിലെ കുറച്ച് ഗീ റോസ്റ്റിൻ്റെ പടിപ്പുരയിലാണ്. ജഡുവിന് ഭയങ്കര ഇഷ്ടമാണ് ഗീ റോസ്റ്റ്. അതുകൊണ്ട് ജഡുവിന് ഗീ റോസ്റ്റ് ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ അരയ്ക്കുന്ന ദിവസം ഒരു 3 ദിവസം ഇത് വെച്ച് ഓടിക്കും. ഒരു ദിവസം ദോശ, ഒരു ദിവസം ഇഡലി, ഒരു ദിവസം മസാല ദോശയോ ഗീ റോസ്റ്റോ അങ്ങനെ. അപ്പോൾ ജേഡുക്കുട്ടൻ പോകാൻ സെറ്റായി. ജേഡു ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇനി അടുത്ത ആൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ജസ്റ്റിക്ക് സാമ്പാറുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞ് ഇഡലി മതിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇഡലി ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് ഇഡലി തന്നെയാണല്ലോ ഇഷ്ടം. നമ്മുടെ ഓണത്തിനുണ്ടാക്കിയ സാമ്പാറൊക്കെ ഇങ്ങനെ കെട്ട് കണക്കിനിരിക്കുക. അതൊക്കെ എങ്ങനെയെങ്കിലും തീർക്കണ്ടേ, അതുകൊണ്ട് ഇഡലി ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാവരുടെയും ഓണത്തിൻ്റെ ഫുഡൊക്കെ തീർന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തീർന്നൊന്നുമില്ല, ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അതൊക്കെ ഇനി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളാണല്ലോ മിച്ചം കഴിക്കുന്ന ആൾക്കാർ. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് വാഴയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കിയേക്കാം. അന്ന് ഓണത്തിൻ്റെ എല്ലാം കഴിച്ച് മടുത്തതല്ലേ. പിന്നെ ഓഫീസിലൊക്കെ കൊണ്ടാണ് ഇതല്ലേ എളുപ്പം. പിന്നെ ജസ്റ്റിയുടെ ഫേവറേറ്റ് ഒരു സാധനമാണ് ഈ ക്യാബേജ് തോരൻ. അങ്ങനെ ഒരു ക്യാബേജ് തോരൻ വെച്ചു. പച്ചക്കറി കഴിച്ച് മടുത്തില്ലേ. അപ്പോൾ കുറച്ച് സാൽമൺ ഇരിപ്പുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്തു. അപ്പോൾ ജസ്റ്റിയുടെ ടിഫിനും റെഡിയായി. ഇനി ജസ്റ്റ് ഒരുക്കി ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് സമാധാനം